ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചട്ടോരിഗലി എന്ന് പറയുന്ന ലക്നൗവിലെ ഒരു പ്രസിദ്ധമായ സ്ഥലത്തോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫുൾ ഫാമിലി സെറ്റായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ പോകുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുത്തെ ബാറ്ററി റിക്ഷ എന്ന് പറയുന്നൊരു സംഭവമാണ് കേട്ടോ. എല്ലാവർക്കും കൂടെ ഇരുന്ന് പോകാൻ പറ്റുന്ന, അതായത് നല്ല സൂപ്പറായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന, അതുപോലെ കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് ഇത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭയങ്കര സ്ലോ ആയിട്ടേ പോകുള്ളൂ. സ്ലോ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനത്രയേ ഉള്ളൂ സ്പീഡ്, ബാറ്ററി വണ്ടി ആയതുകൊണ്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് കുറവാണ്. വലിയൊരു എമൗണ്ട് ഒന്നും അവർ മേടിക്കത്തില്ല. അപ്പോൾ നമുക്ക് റിക്ഷയ്ക്ക് നമുക്ക് ചാർജ് കുറവാണ്. ഇത്രയും പേർക്ക് നമുക്ക് അവിടെ പോകാൻ 100 രൂപയുടെ അടുത്തേ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉപകാരം കൊണ്ട് തന്നെ പിന്നെ നമുക്ക് എല്ലാം ഇങ്ങനെ റോഡൊക്കെ ഫുള്ള് കണ്ടിട്ടിരുന്ന് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു വണ്ടിയിൽ പോകാനായിട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഓട്ടോറിക്ഷ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിതാ അവിടെ ചട്ടോരിഗലിയിൽ എത്തിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു പാർക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാർക്കിൽ കയറിയില്ല. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു തെരുവ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ എന്താ പറയുക സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്ന കടകളുണ്ട്. കുട്ടികളുടെ കളിക്കുന്നത്, അതുപോലെ തന്നെ ഫോണിൻ്റെ, പിന്നെ നമുക്ക് കുറച്ച് വള മാല ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളൊക്കെയാണുള്ളത്. അങ്ങനെ ഒരു 2-4 കട, അത്രയും നമ്മൾ പറയാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടക്കുന്നത് ഒരു എത്ര ദൂരമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും ദൂരത്തോളം നിറച്ച് കടകളാണ് പിന്നെ കാണുന്നത് കേട്ടോ. ഫുള്ള് തട്ടുകട, നമ്മുടെ നാട്ടിലെ തട്ടുകട ഉണ്ടല്ലോ, സെയിം സംഭവം തന്നെ. തട്ടുകടയുടെ ഒരു എന്താ പറയുക, ഒരു പൊടിപൂരം തന്നെയാണ് അവിടെ ഉള്ളത്. അതായത് വെറൈറ്റി ഓഫ് ഫുഡാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് കഴിക്കാൻ ഇഷ്ടമല്ല, വലിയ കഴിക്കുന്ന ആൾക്കാരൊന്നും അല്ലെങ്കിലും നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് കാണാൻ, അല്ലെങ്കിൽ ഫുഡ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള ഒരു ഇടം ഉണ്ടോ അത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കൊണ്ട് നമുക്ക് കൂടുതൽ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ തട്ടുകട എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, അതായത് നമുക്ക് കയ്യിലുള്ളത് ഇപ്പോൾ ഒരു 30 രൂപ 40 രൂപയാണെങ്കിലും നമുക്ക് അത്യാവശ്യം വയറ് നിറച്ച് പോകാൻ പറ്റുന്ന ഒരു ഇടം എന്ന് പറയുന്നത് ഈ തട്ടുകടകൾ തന്നെയാണ്. നമുക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് ചെറിയൊരു എമൗണ്ട് കൊടുത്ത് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുഡല്ല പല ഫുഡ്, അതായത് ഒരു തട്ടുകടയിൽ നിന്നല്ല പല തട്ടുകടയിൽ നിന്ന്. ഈവൻ കൊറിയൻ നൂഡിൽസ് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ദോശ, പിന്നെ അതേപോലെ പാനിപ്പൂരി, അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലും കവർ ചെയ്തിട്ടാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ തന്തൂരി ചായ, അങ്ങനെ ചിക്കൻ്റെ തന്നെ ഒരുപാട് ഡിഷസ് ഉണ്ട്. പിന്നെ ഇവിടെ കിട്ടാത്ത സംഭവം എന്ന് പറയുന്നത് ബീഫാണ്. നിങ്ങൾക്കറിയായിരിക്കും, ഉത്തർപ്രദേശിൽ പബ്ലിക്കായിട്ട് ബീഫ് വിൽക്കുന്നത് കുറവാണ്. അതുകൊണ്ട് ഇവിടുത്തെ തട്ടുകടകളിലൊന്നും നമുക്ക് ബീഫ് അവൈലബിൾ അല്ല. ബാക്കി ചിക്കൻ, എഗ്ഗ്, അതേപോലെ പനീർ, സോയ, അങ്ങനെയുള്ള എല്ലാം, അതായത് വെജിറ്റേറിയൻസിന് പറ്റിയത് ഫുഡ് വേറെ, അതേപോലെ നോൺ വെജിറ്റേറിയൻസിന് പറ്റിയ ഫുഡും വേറെ, അങ്ങനെ എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇടയിലോട്ട് അങ്ങ് കയറി കഴിഞ്ഞാണല്ലോ, അതായത് 2 സൈഡും തട്ടുകടകളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിലോട്ട് അങ്ങ് കയറുമ്പോഴത്തേനും നമുക്ക് തോന്നുന്നൊരു ഫീൽ ഉണ്ടല്ലോ, എന്താ കഴിക്കേണ്ടത് എന്നുള്ളൊരു തോന്നലാണ്. അപ്പം നമ്മൾ ഇവിടം തൊട്ട് അറ്റം വരെ നടന്ന് പിന്നെ അതുപോലെ തന്നെ തിരിച്ച് വന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്താണ് കഴിക്കേണ്ടതെന്നുള്ളത്. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ വെറൈറ്റിയാണ് കേട്ടോ പരീക്ഷിക്കാറുള്ളത്. കാരണം സെയിം ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിയും കൂടുതലും നമുക്ക് മാറി കഴിച്ചു നോക്കാം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയാ ചങ്ക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിഷ് കഴിച്ചു കേട്ടോ. നമ്മുടെ നാട്ടിൽ സോയാ ചങ്ക്സ് കുഞ്ഞതായിട്ടല്ലേ നമുക്ക് കുക്കിങ്ങിനൊക്കെ കിട്ടുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ, നമുക്ക് ചിക്കനൊക്കെ നമ്മൾ ബിരിയാണിക്ക് കട്ട് ചെയ്യില്ലേ, ആ ഒരു വലുപ്പത്തിലായിരിക്കും ഇവിടെ ഉണ്ടാവുക. എന്നിട്ട് അവരത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഡിഷാക്കി തരിക ചെയ്യുക കേട്ടോ. അതിങ്ങനെ നിങ്ങൾ തൂക്കിയിട്ടുന്നത് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും നടന്നു പോകുമ്പോൾ തന്നെ. ഇവിടെ പിസയുടെ ഷോപ്പ്, ബർഗറിൻ്റെ ഷോപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. അതേപോലെ കുടിക്കുന്നതിൻ്റെ എല്ലാ ഐറ്റംസും വെവ്വേറെ. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ഇതാണ് കേട്ടോ, സോയാ ചങ്ക്സ് ആണ് ഈ വലിയ ഉണ്ട പോലെ കാണുന്നതൊക്കെ.
അപ്പം അതിൻ്റെ പല ടൈപ്പ്. അതേപോലെ പനീറൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതിനെക്കാട്ടിയും എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ എപ്പോഴും തട്ടുകടയിൽ നിന്ന് കഴിക്കുന്നൊരു ഫുഡിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലോ. അപ്പം അങ്ങനെ ഞാനിങ്ങനെ തപ്പി നടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ സോയ ചങ്ക്സ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കഴിക്കണം എന്ന് ഭയങ്കര ഒരാഗ്രഹം. അങ്ങനെ നമ്മൾ സോയ ചങ്ക്സ് ആണ് കേട്ടോ വാങ്ങിയത്. അപ്പം എനിക്കത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ. അതുപോലെ തന്നെ പനീർ, പിന്നെ നമ്മൾ ചിക്കൻ്റെ ഒരു 2-3 ഡിഷസൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ മസാല ദോശ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ആ ഒരു ടൈം കൊണ്ട് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അവരുടെ ആ ഒരു വീഡിയോ എടുത്താണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നും അല്ല കേട്ടോ, കുറേ കപ്പലണ്ടിയൊക്കെ വാരിയിട്ടിട്ടാണ് ഇവർ മസാല ദോശ ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഷവർമ്മയൊക്കെ മേടിച്ച് കഴിച്ച് എനിക്ക് വയറേകതാണ്ട് സെറ്റായിരുന്നു. അപ്പോൾ അവർ ഷവർമ്മയൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഒരു മസാല ദോശയാണ് ഒരു ഓപ്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഈ കോഴിക്കോടൊക്കെ പറയൂലേ, ഐശ്വരതി എന്നൊക്കെ പറയുന്നു തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ഇവിടെ കാലാഘട്ട എന്നാണ് പറയുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ സംഭവം കഴിക്കുന്നത്. അപ്പം അത് കുടിച്ചിട്ട് എനിക്കൊരു പ്രാവശ്യം ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ 2 പേർക്കും കൂടെ ഒരെണ്ണം മേടിച്ചാലും തന്നെ നമുക്ക് ബാക്കിയാവും, അത്രത്തോണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ അത് മേടിച്ചായിരുന്നു. അത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഈ കാണുന്നതൊക്കെ സോയ ചങ്ക്സ് ആണ് ഈ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ. എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. എന്തുവാ സാധനം ചോദിച്ചോണ്ട് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് സോയ ചങ്ക്സ് ആണ്. ഇപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ. പക്ഷെ ആളും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ വന്നതിന് ശേഷം കേട്ടോ ആളും. ഞാനിങ്ങനെ അത് നോക്കിയാലോ ഇത് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മേടിക്കും. ഇപ്പോൾ ഈ കാലഘട്ട ഇതാ കണ്ടില്ലേ, ഇതേപോലെ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കോഴിക്കോടൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ അവിടെ ഒന്നും ഇത് ഞാനങ്ങനെ അവൈലബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. തൃശ്ശൂർക്കാരെങ്കിലും ഇത് കാണുന്നുണ്ട്, ഇത് ഓൾറെഡി നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് കിട്ടുന്ന സ്പോട്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷെ വീട്ടുകാർക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇവർക്കൊരു ജീരകം, അതേപോലെ കുറച്ച് ഉപ്പ്, മധുരം ഒക്കെ കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇവർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ അവിടുത്തെ കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ ഒരു നോർത്ത് ഇന്ത്യൻ സംഭവങ്ങൾക്കും നോർത്ത് ഇന്ത്യൻ ടച്ച് തന്നെയാണല്ലോ. ഈവൻ ബിരിയാണിക്ക് പോലും എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ നാട്ടിലെ ബിരിയാണിയുടെ അടുത്തൊന്നും ഇവരുടെ ബിരിയാണി എത്തില്ല എന്നാണ്. പക്ഷേ ഹൈദരാബാദ് ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ ഹൈദരാബാദ് പോയിട്ട് കഴിച്ചുകൊണ്ട് തന്നെ പറയാണ്. ഇപ്പോൾ കേരളം വിട്ടിട്ട് എന്നോട് ഇവിടെ നിന്ന് കഴിച്ച ബിരിയാണിയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹൈദരാബാദിൽ നിന്ന് കഴിച്ച ബിരിയാണിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നുള്ളത്. അപ്പം ഇത് ഭയങ്കര കളറായതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോഴേ അവരിങ്ങനെ വേണ്ട എന്നുള്ളൊരു തോന്നലായി. എന്നാലും പക്ഷെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം ഉമ്മാൻ്റെ മുഖഭാവം എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റൂട്ടോ, ഇത് കഴിച്ചിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ എന്താണെന്നുള്ളത്. പിന്നെ അവർക്ക് വേറെ ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ജ്യൂസ് മേടിച്ച് കൊടുത്തായിരുന്നു. അപ്പം ഇത് മേക്കുന് ഭയങ്കര ഇഷ്ടമാണ്. മേക്കു നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്ക് മേടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൊടുക്കാനും പറ്റില്ല, കളറായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കുറച്ച് കൊടുക്കും, പിന്നെ നമ്മൾ തന്നെ കഴിക്കാറ് മാക്സിമം. പക്ഷെ ഞങ്ങൾ 2 പേരും 3 പേർക്കും കൂടെ ഒന്നേ വാങ്ങാറുള്ളൂ കേട്ടോ, കാരണം നമുക്ക് പെട്ടെന്ന് മടുത്തു പോവും, കുറേ കഴിക്കാൻ പറ്റില്ല. ഇത് അതിൻ്റെ ടേസ്റ്റിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെ നമ്മൾ കഴിച്ചത് ഇതാണ് കേട്ടോ, മീട്ടാപ്പാനാണ്. മീട്ടാപ്പാൻ മാത്രമല്ല, അവിടെ ഫയർ പാനും പിന്നെ അതുപോലെ തന്നെ സ്മോക്ക് പാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഞാനിത് മുൻപ് ഒന്നും ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് കഴിച്ച് നോക്കാൻ പേടിയായിരുന്നു. പിന്നെ ഇപ്രാവശ്യം ഞാൻ വന്നപ്പം മീട്ടാപ്പാനൊക്കെ കഴിച്ചിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഓൾറെഡി പാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ മുറുക്കാറുണ്ട് കേട്ടോ. ഓണം ഒക്കെ ഉണ്ടാകുമ്പോൾ വെറുതെ അടക്കിയും വെറ്റിലും ചുണ്ണാമ്പൊക്കെ വെച്ച് വീട്ടിലൊക്കെ മുറുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. നമുക്കിങ്ങനെ മുറുക്കി തുപ്പി നടക്കുക അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. പണ്ടത്തെ ഈ അമ്മമാർ കാണിക്കുന്ന പോലൊക്കെ ഇങ്ങനെ 2 വിരൽ വെച്ച് ഇങ്ങനെ തുപ്പി നടക്കുന്ന അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ വലുതായപ്പം പിന്നെ അങ്ങനെ തുപ്പുന്ന ശീലം അത്ര വലിയ ഇഷ്ടമില്ലാണ്ടായപ്പം നിർത്തി. പക്ഷേ ഇത് മീട്ടാപ്പാനായതുകൊണ്ട് നമുക്ക് തുപ്പി നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് കടിച്ച് ഇറക്കി കഴിക്കാൻ പറ്റുന്ന അത്രയും നല്ല മധുരത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഇതാണ് കേട്ടോ കഴിച്ചത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ഇത് മാത്രമല്ല കേട്ടോ, ചോക്ലേറ്റ് പാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇനി ഒരു പ്രാവശ്യം പോകുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം തൽക്കാലം ഇപ്പോൾ ഞങ്ങൾ മിഠായിപ്പാനും കഴിച്ചു. അപ്പോൾ ആദ്യം ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ.
ഉമ്മാക്കൊക്കെ പക്ഷേ ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് കളിപ്പാട്ടങ്ങളൊക്കെ നോക്കി. മേക്കൂന് പിന്നെ ഒന്നും മേടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, കുറച്ച് ദിവസത്തേക്ക് ഉണ്ട് കളിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ വല്ല അടുക്കളയിലെ പാത്രങ്ങളൊക്കെ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എല്ലാം കൂടെ നോക്കിയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോയി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.